ഇന്ന് നമ്മൾ പറയുന്നത് നല്ല ഭംഗിയുള്ള വെള്ള പൂക്കളുണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയെക്കുറിച്ചാണ്. വൈറ്റ് ലേഡി എന്നറിയപ്പെടുന്ന ന്യൂറൽ വള്ളി. ഈ ചെടിയുടെ സ്വദേശം ഇന്ത്യയും തെക്കേ ഏഷ്യയുമൊക്കെ ആണെങ്കിലും ഫ്ലോറിഡ, ഹവായ്, ഓസ്ട്രേലിയ, ന്യൂ കാലിഫോർണിയ, ഫ്രഞ്ച് പോളിനേഷ്യ, കരീബിയൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള വേറെ പല ദ്വീപുകളും തെക്കൻ ആഫ്രിക്ക, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെ കാണപ്പെടുന്നത്. ഇനി ഈ ചെടിയുടെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അക്കാന്തേസിയ ഫാമിലിയിൽപ്പെടുന്ന തൻബേർജിയ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസാണിത്. ഇത് ഏതെങ്കിലും ചെടിയിൽ പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ ചെടിക്ക് വെളിച്ചമൊന്നും അധികം കിട്ടത്തില്ല. അങ്ങനെ ആ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലയിടത്തും ഇൻവാസീവ് സ്പീഷീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആദ്യം പറഞ്ഞ വൈറ്റ് ലേഡി എന്ന കോമൺ പേരിന് പുറമെ ഫ്രാഗ്രൻറ്റ് തൻബേർജിയ, വൈറ്റ് ക്ലോക്ക് വൈൻ, സ്വീറ്റ് ക്ലോക്ക് വൈൻ എന്നീ പേരുകൾ കൂടി ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ പ്ലാന്റ് ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഇതൊരു വള്ളിച്ചെടിയാണ്. നേരത്തെ ഞരമ്പ് പോലെയുള്ള തണ്ടുകളാണ്, സ്റ്റെംസ് ആണ് ഇതിനുള്ളത്. ഇലകളാണെങ്കിൽ നല്ല പച്ച കളറിലുള്ള നല്ല ഹേർട്ട് ഷേപ്ഡ് ഇലകളാണ്. നല്ല ഭംഗിയാണ് ഈ ഇലകൾ കാണാനായിട്ട്. പിന്നെ അതിലൂടെ തന്നെ ഇതിൻ്റെ ഞരമ്പുകൾ അത്യാവശ്യം നന്നായിട്ട് വിസിബിൾ ആണ്. പിന്നെ ചെറിയ നാര് പോലെയുള്ള സ്ട്രക്ചേഴ്സും ഈ ഇലകളിൽ കൂടി കാണാം. പിന്നെ പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 4 to 5 സെൻറ്റിമീറ്റർ വരെ വലിപ്പം വയ്ക്കുന്ന നല്ല വെള്ള, നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. കൂടുതലായിട്ടും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്ത് വരുന്നത് മോർണിംഗ് ടൈമിലാണ്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടും സീഡ്സൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ലൈറ്റ് ആയിട്ട് കർവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ സീഡ്സ് ആണെങ്കിലും ചെറിയ ബ്ലാക്ക് ഷേപ്പിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സീഡ്സ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിത് രണ്ടും കണ്ടിട്ടില്ല. ഇനി ഈ ചെടിയുടെ ഒരു ഗ്രോയിങ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക. ഫുൾ സൺലൈറ്റോ പാർഷ്യൽ ഷെയ്ഡോ ഇതിന് ഓക്കെയാണ്. വെൽ ഡ്രെയിൻഡ് ലോമി സോയിലാണ് ഏറ്റവും നല്ലത്. നല്ല മോയ്സ്റ്റ് ആയിരിക്കണം സോയിൽ. പിന്നെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സ്റ്റെം കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെം ഒടിച്ച് കുത്തിയോ അല്ലെങ്കിൽ സീഡ്സോ വഴി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യും. വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒരു മോഡറേറ്റ് ലെവലിൽ ഒഴിച്ച് വെച്ചാൽ മതി. വാട്ടർ ഫ്ലോയിങ് പറ്റത്തില്ല. വാട്ടർ ഫ്ലോയിങ് വന്നാൽ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിവർ ബാങ്ക്സിലും ഫോറസ്റ്റ് എഡ്ജസിലും പിന്നെ പൂന്തോട്ടങ്ങളിലൊക്കെ അധികമായിട്ടും കണ്ടുവരുന്ന ഒരു ചെടി കൂടിയാണിത്. ഇനി ഈ ചെടിയുടെ ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ഉണ്ട്. ആൻറ്റി മൈക്രോബിയനും അരോമാറ്റിക്കുമായിട്ടുള്ള ടെർപ്പനോയിഡ്സ് ഉണ്ട്. പൊട്ടൻഷ്യൽ അനാൽജസിക് എഫക്ട്സ് കൊണ്ടുവരുന്ന ആൽക്കലോയിഡ്സ് ഉണ്ട്. പിന്നെ ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് ആയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സും ഉണ്ട്. ഈ ചെടിയുടെ ഒരു മെഡിസിനൽ യൂസേജസും ഹെൽത്ത് ബെനിഫിറ്റ്സും പറയുകയാണെങ്കിൽ സിദ്ധയിലും ആയുർവേദത്തിലും ഉൾപ്പെടെ പല ട്രഡീഷണൽ മെഡിസിൻസിലും യൂസ് ചെയ്ത് വരുന്ന ചെടിയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒറ്റമൂലിയിലാണെങ്കിൽ പനി വരുമ്പോൾ ഇതിൻ്റെ തണ്ട് അരച്ച് തേക്കാറുണ്ട്. പിന്നെ എക്സീമയും റാഷസും പോലെയുള്ള സ്കിൻ ഡിസീസസിന് ഇതിൻ്റെ ഇല അരച്ച് തേക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇലയുടെ ചാറ് തലവേദന കുറയ്ക്കാനായിട്ട് തലയിൽ തേക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് മുറിവുകളൊക്കെ ഉണക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊരു ആൻറ്റി മൈക്രോബിയലുമാണ്. ഇനി ഈ ചെടിയുടെ ടോക്സിസിറ്റി പറയുകയാണെങ്കിൽ ഇതേവരെ ഈ ചെടി ആനിമൽസിലും ഹ്യൂമൻസിലും സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെട്ടേക്കുന്നത്. കാരണം മേജർ ആയിട്ടുള്ള ടോക്സിസിറ്റി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സിനെയും പോലെ തന്നെ ഇത് പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഇനി ഇത് നല്ല വള്ളിപ്പടർപ്പ് പോലെ ഗ്രൗണ്ടിൽ പടർന്ന് കിടക്കുകയാണെങ്കിൽ വെയിൽ ഗ്രൗണ്ടിലേക്ക് അടിക്കാത്തതുകൊണ്ട് തന്നെ ചൂട് കുറയും. അതുകൂടാതെ ഗ്രൗണ്ടിലെ മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യും. ഇനി ഈ ചെടിയുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എടുക്കുകയാണെങ്കിൽ സിദ്ധയിലും ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. പിന്നെ നല്ലൊരു ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ഗാർഡൻ പ്ലാന്റ് കൂടിയാണ്. അതായത് ഇതൊരു മെഡിസിനൽ പ്ലാന്റും ആണ്, അതുപോലെ തന്നെ ഗാർഡൻ ഫ്ലവറിങ് പ്ലാന്റും ആണ്. പക്ഷേ ഇതിന് അനുയോജ്യമായ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ സോയിൽ കണ്ടീഷൻസ് ഒക്കെ ആണ് എങ്കിൽ ഇതൊരു ഇൻവാസീവ് സ്പീഷീസ് ആണ്. ഒരുപാട് വളരും, ഒരുപാട് പടർന്ന് പന്തരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഗാർഡൻ കാട് പിടിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള വേറെയും ലോക്കൽ പ്ലാന്റ്സിന് ഇതൊരു ഭീഷണിയാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.